ഫോട്ടോ നിങ്ങൾ പോയി പോയല്ലേ ചേച്ചി വീണു. ഞാൻ വീണപ്പോൾ ചിരിച്ചില്ലേ? അവൻ ആ കോലം കേട്ടിട്ട് വീണാ പിന്നെ എങ്ങനെ ജീവിക്കായിരിക്കും? ഇത് കണ്ടോ തോട്ടത്തില് വേന്ദ്രൻ നീ കാണുന്നുണ്ട് കേട്ടോ വീഡിയോയില്. തൊഴിലെത്തുമ്പോൾ അവന് റൈറ്റിംഗ് പാഡ് വേണമെന്ന് എക്സാം എഴുതാൻ. എക്സാം കഴിഞ്ഞപ്പോൾ 64 A+ ഉണ്ടായിരുന്നു. 1ാം കാശി റൈറ്റിംഗ് പാഡ് അന്ന് ചോദിക്കുന്നത് 64 A+ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ടീച്ചറിന്റെ മടിയിലായിരുന്നു ഫോട്ടോ എടുക്കാൻ. ആ ഷൂട്ട് ചോട്ടാതെ കേട്ടോ, അത് ചാടിക്കണം. ടീച്ചർ പോലെ അടിച്ചു ആ ചേച്ചി ഇവിടെ ആയിരുന്നേ. ഇപ്പൊ പപ്പ എന്തോ പറഞ്ഞിട്ട് അന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. പപ്പ എപ്പോഴും ഇങ്ങനെ ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ എന്നെ വന്ന് കുത്തും. ഇല്ല എന്തേലും പറഞ്ഞു ചേച്ചിയുടെ കാര്യം എന്തേലും പറഞ്ഞ് എന്നെ വന്ന് കുത്തും. അമ്മ ഇറങ്ങിപ്പോയ പോലെ അവളും ഇറങ്ങിപ്പോ അങ്ങനെയൊന്നും പറഞ്ഞ് എന്തെങ്കിലും ചോദ്യം പുസ്തകത്തിൽ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് കലാശിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ആദ്യമൊക്കെ ഞാൻ പിന്നെയും എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ പറയും. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് സങ്കടം വരും. അമ്മയ്ക്ക് പപ്പേനെ എന്തെങ്കിലും പറഞ്ഞാൽ സങ്കടം വരും. അപ്പോൾ അമ്മ പറയും അച്ചു എന്നായത് ഇങ്ങനെയൊക്കെ പറയാം. പോയി സോറി ചോദിക്കണ്ടേ? അതിങ്ങനെ അല്ലോട്ടെ മയത്തിലല്ലോട്ടെ ഇച്ചിരി ദേഷ്യപ്പെടാ പറയുന്നത്. ആ പറഞ്ഞിട്ടുണ്ട്. എന്നെ പറ്റി വയറ്റുവരല്ലോ ഉണ്ടോ? വിശക്കുന്നുണ്ടോ? അതെന്നായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയോട് പപ്പയോട് പോയി സോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ മിണ്ടി കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഗൂഗിൾ മീറ്റിൻ്റെ കാര്യം മറന്നുപോയി. ഗൂഗിൾ മീറ്റിൻ്റെ കയറത്തുണ്ട്. അമ്മ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞ അടിച്ച് എനിക്ക് ദേഷ്യം വരുന്നില്ലേ? ഒരുപാട് അടിയും ഗൂഗിൾ മീറ്റ് നിന്നോട് കൂടി കേൾക്കാൻ പറയുന്നതാണ്. മക്കളെ എവിടെ വേണേലും ഉണ്ടായിരിക്കും. മറ്റേ സൈബറിൽ ഇവിടെ ഈ പിള്ളേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായത് ഹെൽത്തിൽ നിന്നൊക്കെ ആൾക്കാരുടെ നിങ്ങളെന്നാ പറയുന്നത് എനിക്കറിയത്തില്ല. ഹെൽത്ത് സെൻ്റർ ഒരു സ്ഥലമുണ്ട്. അവിടെ പിള്ളേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവരറിയിക്കാൻ അവരുടെ നമ്പറും കയ്യിൽ വെച്ചോളണം കേട്ടോ. പറഞ്ഞേ കേട്ടോ. അവർക്ക് നിങ്ങളെ തള്ളേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ തന്ത കൊള്ളില്ലാത്തവനായതുകൊണ്ടാണ് മറ്റൊരാൾ നമ്മളെ ഉപദ്രവിക്കുന്നത്. തെറ്റ് കാണിച്ചടിക്കാം. നീ എന്നായിരുന്നു തെറ്റ് കാണിച്ചേ? ഗൂഗിൾ മീറ്റ്. നീ എന്നായിരുന്നു വരുന്നത്? ഞാനത് മറന്നുപോയി. നിനക്ക് മറക്കാൻ എത്ര സമയത്തെ ക്ലാസ്സുള്ള? അതെ സൂം മീറ്റിംഗ് അല്ലേ? ക്ലാസ്സിൽ സൂം മീറ്റിംഗ് അല്ലേ? എന്നോട് കൂടിയാ പറയുന്നത്. 2 ദിവസം അമ്മയോട് മിണ്ടിയില്ല. അമ്മയ്ക്ക് സങ്കടം വന്നു. എന്നിട്ട് അമ്മയുടെ അനിയത്തിനെ വിളിച്ച് പറഞ്ഞു. അവൾ എന്നോട് മിണ്ടുന്നില്ല. അപ്പം വീട്ടിൽ ഞാനും അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് മിണ്ടാനാവില്ല. ഞാനല്ലേ ഉള്ളൂ. ഞാനെന്നെ പുസ്തകം എടുത്ത് പുറത്ത് പോയിരിക്കും. അമ്മയോട് പിന്നെ മിണ്ടാൻ പറ്റില്ല. എനിക്കപ്പോൾ ദേഷ്യമായിരുന്നു. അമ്മേനെയും കൂടി അങ്ങനെ പപ്പ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യമായി. അമ്മയുടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വരും. എല്ലാം പറഞ്ഞോ? സാരല്ല, എൻ്റെ മുത്ത് അതൊന്നും കേട്ട് തയ്ക്കുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പിന്നെ അമ്മ 2 ദിവസം കഴിഞ്ഞ് ഞാൻ മിണ്ടുന്നില്ല പറഞ്ഞിട്ട് അമ്മ എന്നോട് മിണ്ടി വന്നു. പിന്നെ മിണ്ടി അത് ഇനി വരുമ്പോൾ വലുതിട്ട് കൊടുക്കുക. എന്നാന്ന് വെച്ചാൽ മറ്റേ മാല അതങ്ങനെ ഇടത്തുള്ളൂ. അത് മതിയോ? അല്ല കഴുത്ത് എത്തൂല. അതിനാണോ? അത് കാത്തൂന് എടുത്തേക്കണം. കാത്തു വന്നിട്ട് അത് കഴിച്ച് പറിച്ച് നാശമായി.